നമുക്കിപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഇങ്ങനൊരു മൊമെൻറ്റ് വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾക്ക് ആ കഥയിലൊരു വിശ്വാസമുണ്ട്. ആ കഥ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചൊരു സംഭവത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത് തന്നെ. അപ്പം ഈ സിനിമ എങ്ങനെയെങ്കിലും ചെയ്യണം. അത് സത്യം പറഞ്ഞാൽ ഒരു സിനിമയായിട്ടല്ല ഞാൻ കണ്ടത്. അതൊരു എന്താ പറയുന്നത്, ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ടാണ് കൊണ്ട് നടന്നത്. അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യണം, ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ കോവിഡ് കാരണം കുറച്ച് നീണ്ടുപോയത്. പിന്നെ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിട്ടും എല്ലാം മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടും ഒരു സമയത്തിന് ശേഷമാണ് റിലീസാവുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ചെയ്തിട്ടും ഇത് റിലീസ് ചെയ്യുന്നില്ലല്ലോ. കാരണം പ്രൊഡ്യൂസേഴ്സ് ബോംബെ നിന്നാണ്. അപ്പം അവരവിടുത്തെ കുറച്ച് അവരുടെ വലിയ പടങ്ങളുടെ തിരക്കിലായിരുന്നു. പിന്നെ ഇവിടുത്തെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും അവർക്ക് തീർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ കുറേ സമയം എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റിംഗ് പ്രോസസ്സ് ആണെന്ന് ആ സമയത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമയുടെ റിലീസിന് ഒരു 6 മാസം മുമ്പാണ് കരയൻ സൈനയുടെ റിലീസാവുന്നത്. അതുകൊണ്ടൊരു തരത്തിലുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു ഈ സിനിമയ്ക്ക്. അതേസമയം ഞാൻ സുഷിനോട് ഈ സിനിമ ആദ്യം സംസാരിക്കുന്ന സമയത്ത് സുഷിൻ കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിപ്പം ആവേശം വരെ ചെയ്ത് സുഷിൻ കത്തി നിൽക്കുന്നൊരു സമയം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളില്ല എന്ന് എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു സമയത്തേക്കാണ് ഈ സിനിമ വരുന്നത്. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ബ്ലെസ്സിങ് ആയിട്ട് വന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിസ്ഥാനിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സമയത്ത്, ഉള്ളൊഴുക്കിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സമയത്ത് ലാപ്പത്ത ലേഡീസിനായിരുന്നു സെക്കൻഡ് പ്രൈസ്. അപ്പം അതും ഞങ്ങളുടെ സിനിമയുടെ തൊട്ട് മുമ്പ് തന്നെയാണ് ലാപ്പത്ത ലേഡീസ് റിലീസാവുന്നതും. അത് വളരെ ശ്രദ്ധ കൈപിടിക്കുന്ന ആ സമയത്താണ്. അപ്പോൾ അതും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കിരൺ റോയിനെ ഒരു 2 ദിവസം മുമ്പ് കണ്ടപ്പം ഞങ്ങൾ വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൽ. അത് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തൊരു സമയമായിരുന്നു. ഞങ്ങൾ ഈ കുട്ടനാട് ഷൂട്ട് ചെയ്യുന്ന കാരണം മഴയും ഒക്കെ ആണല്ലോ സിനിമയിൽ ഉടനീളം. പക്ഷെ ഒരിക്കലും ഒരു 6 മഴ പെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കരയിലാകുമ്പോൾ നമുക്ക് റെയിൻ മെഷീൻ വെച്ചിട്ട് ഫോർഗ്രൗണ്ടിൽ മഴ പെയ്യുമ്പം നമ്മളത് കുറേയൊക്കെ വിശ്വസിക്കും. 6 ഇതിൻ്റെ പാറ്റേൺസ് വെള്ളത്തിൽ വീണിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എവിടെ മഴ പെയ്യുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ നിങ്ങൾ കാണുന്ന അവസാനത്തെ ക്ലൈമാക്സ് ഷോട്ടിൽ 6 ഭയങ്കര വലുതാണ്. അപ്പോൾ എത്ര റെയിൻ മെഷീൻ വെച്ചാലും ഈ 6 നമുക്കൊരു വൈറ്റ് ഷോട്ട് വെച്ച് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റിൽ എപ്പോഴും ഫൈനൽ ഷോട്ട് എന്ന് പറയുന്നത് ഈ 2 സ്ത്രീകൾ അഞ്ജും ലീലാമ്മയും ഒരു കുട പിടിച്ചിട്ട് ഈ ഒരു വഞ്ചിയിലിരുന്ന് വെള്ളത്തിലൂടെ പോകുന്നതാണ്, ഈ നദിയിലൂടെ പോകുന്നതാണ് ഫൈനൽ ഷോട്ട്. പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ഷെഡ്യൂളിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുകയും അവസാനം ഒരു ദിവസമുള്ള ഷൂട്ട് ചെയ്യുക. അപ്പം ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആലോചനയായി. വൈറ്റ് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യിക്കാൻ പറ്റില്ല, ക്ലോസ് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു അവസാനത്തെ എൻഡിങ് ഷോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഡിസ്കസൊക്കെ ചെയ്തിട്ട് അവസാനം ഞാൻ തീരുമാനിച്ചു ആ ചേച്ചിക്ക് ആ ഒരു ദിവസം കൂടെ ഉള്ളൂ ഡേറ്റ്, അത് കഴിഞ്ഞ് ചേച്ചി പോകും. അപ്പം ചേച്ചിയും പാർവതിയും കൂടെ വരുന്ന അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു പെർഫോമൻസിന് പ്രാധാന്യം കൊടുത്തിട്ട് മഴ വേണ്ട എന്ന് തീരുമാനിച്ചു. തലേ ദിവസം രാവിലെ എണ്ണീറ്റ് ഞാൻ പല്ല് തേക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്താണ് കഥാവ് ചെയ്തത്. കാരണം 5 വർഷം സ്ക്രിപ്റ്റ് എഴുതിയപ്പം അതിൻ്റെ ഫൈനൽ സീൻ ഈ മഴയത്ത് ഈ 2 സ്ത്രീകൾ ഒരു കുടയും പിടിച്ചുകൊണ്ട് വെള്ളത്തിലിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രാവശ്യം കണ്ടുകൊണ്ട് ടീച്ചർ വിളിച്ച് പറഞ്ഞു, ടീച്ചറുടെ റെയിൻ മെഷീൻ തിരിച്ചു കൊണ്ടുപോകാം. അപ്പം റെയിൻ മെഷീനൊക്കെ കൊല്ലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റെയിൻ മെഷീൻ വന്നു. പക്ഷെ എന്നാലും നമുക്ക് ആ മഴ പെയ്യിക്കാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര വലിയൊരു ആറാണ്. അങ്ങനെ ഞങ്ങൾ ഷോട്ട് എടുക്കാൻ വെള്ളത്തിൽ കയറി. ഞാൻ ഷഹനാദ് DOP, ഷഹനാദ് ഒരു ക്രെയിനിലിരിക്കുകയാണ്, ഡ്രോണുണ്ട്. അപ്പം ഇവർ 2 പേരും വെള്ളത്തിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 6 ഇങ്ങനെ കത്തി നിൽക്കുകയാണ്, കാരണം വെയിലടിച്ചിട്ട് കത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് അതൊരു ഫൈനൽ ഷോട്ട് വെക്കുക എന്ന് നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓപ്പോസിറ്റ് ആക്സിസ് ഷൂട്ട് ചെയ്താലോ അപ്പം അത് ഭംഗിയുണ്ടാവില്ല. പക്ഷെ ഒരു കോംപ്രമൈസാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാർമേഘം വരുന്നത്. അപ്പോൾ ഷഹനാദ് പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് അവരോട് ആക്ടേഴ്സിനോട് ഇൻസ്ട്രക്ഷൻ പോലും കൊടുക്കാൻ പറ്റില്ല. അവർ വള്ളത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. നമ്മൾ ആക്ഷൻ വിളിച്ചു, അവർ വള്ളത്തിൽ പോയി. അപ്പം ഭാഗ്യത്തിന് ഒരു പ്രൊഡക്ഷൻ ഒരു കുട വള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതുപോലും അല്ല, നിങ്ങൾ മഴ പെയ്യുമ്പം കുട നിവർക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചത്. അത് പറയാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. മഴ പെയ്യുവാണെന്ന് വിചാരിച്ച് പ്രൊഡക്ഷനിൽ കുട വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് മഴ പെയ്തു. പാർവതി മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കുട നിർത്തിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഡ്രോണിലാണ് ഒരു ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഡ്രോണിൻ്റെ മോണിറ്ററിൽ കാണാൻ പോലും പറ്റില്ല. കാരണം ഭയങ്കര തീരെ
ചെറുതായതുകൊണ്ട് ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ പറ്റില്ല. എത്രയോ നേരം ഷോട്ട് പോകുന്നു അത്രയും നല്ലത്. അപ്പം ഡ്രോൺ ഓപ്പറേറ്ററിങ്ങിന് പറയുന്നുണ്ട് ഇതിന് 2 ലക്ഷം രൂപ വേണം, 3 ലക്ഷം രൂപ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ എന്ത് ചെയ്യണം. അപ്പോൾ ഞാൻ 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഷോട്ട് എടുത്തിട്ട്, ഞാൻ ഷോട്ട് കണ്ടിട്ടില്ല. പിന്നെ ഡ്രോൺ അത് ഷോട്ട് കട്ട് ചെയ്ത് ഡ്രോണൊക്കെ താഴെ ഇറക്കി കഴിഞ്ഞാണ് ഞാൻ ഷോട്ട് കാണുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ കുട നിവർത്തി ഈ സൈഡ് വരെ എത്തിയിട്ടുള്ളൂ, കുട മേളിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ അത് ഞങ്ങൾ VFX ആ ഷോട്ട് എന്താ പറയുക ലെന്തൻ ചെയ്തതാണ്. എന്നിട്ട് കുട ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കവർ ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2-3 ഷോട്ട് ആ ഒരു കാലാവസ്ഥയിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഷോട്ടിൻ്റെ മാജിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.